Hello മക്കളെ, ഇതാടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. What type of ecological pyramid would be obtained with the following data? ഈ തന്നിരിക്കുന്ന ഫോളോയിങ് ഡേറ്റയിൽ എന്ത് ടൈപ്പ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പ്രൈമറി പ്രൊഡ്യൂസറിൽ 10 ഗ്രാം എന്നാണ് പറയുന്നത്. ഇത് ഗ്രാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്, ഇവിടെ ബയോമാസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ 10 ഗ്രാം പ്രൈമറി പ്രൊഡ്യൂസറിന് 10 ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി പ്രൈമറി കൺസ്യൂമറിന് 60 ഗ്രാം ഉണ്ടായിരുന്നു. നോക്കി, പ്രൈമറി കൺസ്യൂമറിന് വന്നപ്പോൾ 60 ഗ്രാം ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതാരാണ്? പ്രൈമറി പ്രൊഡ്യൂസറാണ്, പ്രൈമറി കൺസ്യൂമറാണ്. ഇനി സെക്കൻഡറി കൺസ്യൂമറിലോട്ട് വന്നപ്പം ഇരട്ടിച്ചു അല്ലേ, 120 ഗ്രാം ആയി മാറി. 120 ഗ്രാം ആര്? സെക്കൻഡറി കൺസ്യൂമേഴ്സിലോട്ട് വന്നപ്പോൾ. അപ്പോൾ പ്രൈമറി മുതൽ സെക്കൻഡറി വരെ എന്ത് സംഭവിച്ചു? നമ്മൾ ഇൻക്രീസ് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ ഇത് ഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് എന്താണ്? പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. അപ്പോൾ ഇത് എന്ത് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്? ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് അല്ലേ മക്കളെ. അപ്പോൾ ആൻസർ എന്തായിട്ടാണ് വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് ആണ്. സോ ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദിസ്. ഓക്കെ, ബൈ.